നമ്മൾ പല ജോലികളും ചെയ്യുന്നവരാണ്. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, വീട്ടിലിരുന്ന് സംരംഭങ്ങൾ പലതും ചെയ്യുന്നവരുണ്ട്. പല ആളുകളുടെയും പരാതിയാണ് എന്ത് ചെയ്തിട്ടും ഒന്നും മെനയാവണില്ല, പച്ച പിടിച്ച് കിട്ടുന്നില്ല എന്ന്. എന്ത് ചെയ്തിട്ടും കാര്യം റാഹത്തായി കിട്ടുന്നില്ല, സക്സസ് ആകുന്നില്ല എന്ന് പരാതി. പലപ്പോഴും ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരുപാട് കേട്ടു. പല പരിപാടിയും ചെയ്തു എന്നിട്ടൊന്നും വിജയിക്കുന്നില്ല എന്ന്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വിജയം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സക്സസ് ആയി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പരിഹാര മാർഗം പറഞ്ഞു തരട്ടെ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമൽ. നമ്മൾ ചെയ്യുന്ന ജോലികളാകട്ടെ, ബിസിനസ്സുകളാകട്ടെ, നമ്മൾ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളും, ഇനി പഠനങ്ങളാകട്ടെ, അങ്ങനത്തെ മേഖലകളൊക്കെ തന്നെ വിജയത്തിലായി കിട്ടാൻ, ഫത്തഹ് കിട്ടാൻ, അതിലൊക്കെ സക്സസ് ആയി കിട്ടാനൊക്കെ ഉപകരിക്കുന്ന ഒരു അമൽ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായി കേൾക്കണം. നമ്മുടെ കുടുംബത്തിൽ, കൂട്ടുകാരിൽ, അതുപോലെ ബന്ധുക്കളിലൊക്കെ ഇതുപോലെ ജോലിക്ക് വിഷമിക്കുന്ന ആളുകൾ, ബിസിനസ് പരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്താക്കിയാൽ അതിൻ്റെ ഒരു കൂലി കൂടെ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. വീഡിയോയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. നമ്മളൊക്കെ ഒരുപാട് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണ്, പല ജോലികൾ ചെയ്യുന്നവരാണ്. ഇപ്പം എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, പല ആളുകളും, ഇപ്പോൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ അധികവും ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരാകില്ല. പക്ഷെ അവരുടെ വീട്ടിലുണ്ടാവും ആര്, ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നവരുണ്ടാവും, ഉപ്പമാർ ജോലിക്ക് പോകുന്നവരുണ്ടാവും, മക്കൾ പോകുന്നവരുണ്ടാവും, സഹോദരങ്ങൾ പോകുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ സഹോദരങ്ങൾ കേൾക്കുന്നതിൻ്റെ ഉപ്പമാരാണ്, സഹോദരങ്ങളാണ് കേൾക്കുന്നതിൽ അവർ എല്ലാവരും എന്താണ്, ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാവും. ഇനി ജോലി കഴിഞ്ഞിട്ടൊക്കെ വിശ്രമിക്കുന്ന ആളുകൾ ചിലപ്പോൾ നാട്ടിൽ, അതായത് വിശ്രമ ജീവിതം നയിക്കുന്ന ഉപ്പമാരുണ്ടാവും. എന്നിരുന്നാലും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ നയിക്കാൻ പോയാലേ, അല്ല ജോലി ചെയ്യാൻ പോയാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കുടുംബം പോറ്റിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ അല്ലേ? ആരെങ്കിലും ഒരാൾ ആ കുടുംബത്തിൻ്റെ കാര്യം ഏറ്റെടുത്തുകൊണ്ട്, ഇപ്പോൾ വീട്ടിലെ ചിലപ്പോൾ മക്കളായിരിക്കും ഏറ്റെടുത്ത് എന്ത് ചെയ്യുക, വലിയ മക്കളായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭർത്താവായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ വാപ്പയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ സഹോദരനായിരിക്കും നോക്കുക. ആരെങ്കിലും ഒരാൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്താലേ എന്ത് ചെയ്യുള്ളൂ, ആ കുടുംബത്തിൽ അല്ലലില്ലാതെ പട്ടിണി കിടക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ജോലിക്ക് പോകുന്ന, ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു വലിയ റാഹത്തും സന്തോഷവും നൽകട്ടെ. ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കട്ടെ. ആത്മാർത്ഥമായി അവർക്കൊക്കെ വേണ്ടി ദുആ ഇറക്കണം. കാരണം എന്താ, അവരൊന്ന് വീണു പോയി കഴിഞ്ഞാൽ, ഒന്ന് കിടപ്പിലായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ അന്നത്തിനുള്ളത് വല്ലാതെ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഒരു നിധിയാണ്, നിഅമത്താണ് എന്ന് കരുതിയിട്ട് നമ്മൾ എപ്പോഴും ശുക്റുള്ളവരായിത്തീരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, പല ആളുകളും, അപ്പോൾ ഒരുപാട് പ്രവാസികളായ ആളുകളാണ് പലരും പറഞ്ഞത്, അതായത് ഒരുപാട് വർക്കുകൾ, അതായത് ഒരുപാട് മേഖലകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഒന്നിനും അങ്ങോട്ടൊരു വിജയം കിട്ടുന്നില്ല എന്ന്. ഇപ്പോൾ ഈ അടുത്തൊരു സഹോദരൻ വിളിച്ചിട്ട്, ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്ന സക്സസ് ആയൊരു വിഷയം, അതായത് മുമ്പ് നല്ല വിജയത്തിലായിരുന്നു, പക്ഷേ ഇപ്പോൾ തീരെ മെച്ചം കിട്ടുന്നില്ല, ക്ലച്ച് പിടിച്ചു കിട്ടുന്നില്ല എന്നൊക്കെ എൻ്റെ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ, ഉമ്മമാർ, സഹോദരിമാരൊക്കെ വീട്ടിൽ പല സംരംഭങ്ങളും തുടങ്ങിയിട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നവരുണ്ടാവും അല്ലേ? മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പല ജോലികൾക്കും പോയിട്ട് അത് സാലറി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾ, ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ സാലറി കിട്ടുന്നില്ല, അങ്ങനെ വിഷമിക്കുന്ന ആളുകൾ, ജോലി റാഹത്തായി ചെയ്യാൻ കഴിയുന്നില്ല, ആരോഗ്യപരമായിട്ട് വിഷമമായതുകൊണ്ട്, ബുദ്ധിമുട്ടായതുകൊണ്ട് ജോലി ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ കഴിയാത്ത ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ആ മേഖലയിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അല്ലേ? ആ പ്രയാസങ്ങൾ നീങ്ങണം. കാരണം എന്താ, നമുക്ക് ഉദ്ദേശിച്ച വരുമാനം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ചിലവുകളൊക്കെ മുന്നോട്ട് കൊണ്ട് വലിയ പ്രയാസം തന്നെയാണല്ലേ? സാധാരണഗതിയിൽ മുമ്പുണ്ടായപ്പോൾ ഒരു 10,000 രൂപ സാലറിക്ക് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നുവെങ്കിൽ മുമ്പ് എന്ത് ചെയ്യുക, അതുകൊണ്ട് അവന് ലാവിഷായിട്ട് ആ ഒരു മാസം തെളി നിൽക്കാൻ പറ്റുമായിരുന്നു അല്ലേ? ലാവിഷായിട്ട് ആ ഒരു മാസം റാഹത്തായി തള്ളി നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 10,000 രൂപ കിട്ടിയാൽ മാസത്തിൻ്റെ പകുതിയോ അല്ലെ ഒരാഴ്ച തന്നെ അത് കഷ്ടിച്ചെടുക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥയാണ്. ലോൺ അടയ്ക്കുന്നവരുണ്ടാവും, ചിട്ടി കൊടുക്കേണ്ട ആളുകളുണ്ടാവും, കറണ്ട് ബില്ല്, ഗ്യാസ്, അതുപോലെ തുടങ്ങിയിട്ട് വീട്ടിലെ മറ്റ് ചിലവുകൾ തുടങ്ങി ഒട്ടനവധി ചിലവ്. ഇനി മക്കളുണ്ടെങ്കിൽ അവരുടെ പഠനാവശ്യമായ ചിലവുകൾ തുടങ്ങി ഒട്ടനവധി ചിലവുകളാണ്. അതിനിടയിൽ ഹോസ്പിറ്റൽ കേസുകൾ വന്നാൽ അത് വേറെ ചിലവാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചിലവുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമാന മാർഗം എന്തായാലും നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അത് റാഹത്തുള്ളതായി കിട്ടിയില്ല എങ്കിൽ നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുകയും കടം മേടിക്കേണ്ട അവസ്ഥ വരികയൊക്കെ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാവരും കേൾക്കണം, പക്ഷേ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. കാരണം എന്താണെന്നറിയോ, അതായത് എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല ഇതുപോലെ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവരൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഞാനൊരു അമൽ പറഞ്ഞു തരട്ടെ. എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്, ഏതെങ്കിലും ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന സ്വലാത്തോ, അല്ലെങ്കിൽ എന്താണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്തോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നാരിയത്തു സ്വലാത്തോ, ഏത് സ്വലാത്താണോ അറിയുന്നത് ആ സ്വലാത്ത് അത് 10 തവണ ചൊല്ലണം. അതിനുശേഷം
സൂറത്തുൽ ഇൻഷിറാഹ്, അലം നശ്റഹ് സൂറത്ത്, അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിസ്റക് എന്ന സൂറത്ത്, അതും 10 മറാത്ത് 10 തവണ ചൊല്ലുക. അതിനുശേഷം ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തുൽ കുർസി 10 മറാത്ത് എത്ര തവണ? 10 തവണ ചൊല്ലുക. ഇത്രയും തവണ ചൊല്ലിയിട്ട് വഖ്ബിൽ അസാബിഅക ബദഅ ബിൽ കബീരിൽ ഐമനി വന്തിഹാഅ ബിസ്സഗീരിൽ ഐസർ, അതായത് 10 തവണ ഇത് ചൊല്ലുന്ന സമയത്ത് എങ്ങനെയാണ് കൈയുടെ എണ്ണം പിടിക്കേണ്ടത്. അതായത് നോക്ക്, വലത് കൈയിൻ്റെ വലിയ വിരൽ, വലിയ തള്ളവിരൽ, അതാണ് ഉദ്ദേശിച്ചത്. വലിയ വിരൽ എന്ന് ഉദ്ദേശിച്ചത് തള്ളവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് എന്ത് ചെയ്യണം? എണ്ണം പിടിക്കണം. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നോക്കിയോ, കാരണം കൈ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് വലത് കൈ, ഇതിൻ്റെ ഇടത് കൈ അല്ലേ. വലത് കൈയിൻ്റെ തള്ളവിരൽ എന്ത് ചെയ്യുക? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എന്ത് ചെയ്യണം? അതായത് വലത് കൈയിൻ്റെ തള്ളവിരൽ കൊണ്ട് തുടങ്ങി വന്ന് എന്ത് ചെയ്യണം? ഇടത് കൈയുടെ ചെറുവിരൽ, അതായത് ഏറ്റവും ചെറിയ വിരൽ വന്ന് അവസാനിക്കുന്നത്. അങ്ങനെ എണ്ണം പിടിക്കേണ്ട രൂപവും മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. അതിന് അവർക്കൊരു ചെയ്യേണ്ട ആമൽ അങ്ങനെ ചെയ്തിട്ടാണ് അവർക്ക് മൻഫഅത്ത് ഫലം കിട്ടിയത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത് പഠിപ്പിച്ചു തരുന്നത്. അതിൻ്റെ പിന്നിലുള്ള സിർ അവർക്കാണ് അറിയുന്നത്. അള്ളാഹു നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യുന്നതിന് ഫലം നൽകി അനുഗ്രഹിക്കുമാറാണ്. അപ്പം നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ആ ഒരു കാര്യം ചെയ്താൽ എനിക്ക് ഫലം കിട്ടുമെന്ന നിയ്യത്തോട് ഇതുപോലെ എല്ലാം അങ്ങനെ തന്നെ ചെയ്യേണ്ട കേട്ടോ. അലം നശ്റഹ് സൂറത്ത് ഓതുമ്പോഴും ഈ വിരൽ ഇങ്ങനെ മടക്കി വന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ മടക്കി അവസാനം ഈ വിരലിൽ കൊണ്ട് മടക്കി വെക്കുക. ആയത്തുൽ കുർസി ഓതുമ്പോഴും അങ്ങനെ ഓതാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് റബ്ബിനോട് ദുആ ഇറക്കുക, അല്ലാഹുവേ എൻ്റെ കാര്യം മടക്കിയതിന് ശേഷം എൻ്റെ അവസാനം നോക്കുക കേട്ടോ. ഇനി അങ്ങനെ മടക്കി എന്ന് പറഞ്ഞെടുത്തിട്ട് മടക്കി വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നല്ല. മടക്കി കഴിഞ്ഞ് ചൊല്ലി തീർന്നാൽ പിന്നെ കൈ നോക്കാം, വിഷയമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? റബ്ബിനോട് ദുആ ഇറക്കുക, അല്ലാഹു എൻ്റെ കാര്യങ്ങൾ റാഹത്താക്കി തരണം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ്. സ്വലാത്ത് നമുക്കറിയാം, അലം നശ്റഹ് സൂറത്ത് ചെറിയ സൂറത്താണ്, നമുക്കറിയാം, അധികം ആൾക്കറിയാം. ഇനി അറിയില്ലെങ്കിൽ നോക്കിയോ തരാൻ മതി. ആയത്തുൽ കുർസി നമ്മൾ ഓതി പരിചയമുള്ള ആയത്താണ്, ഇതെല്ലാം അറിയുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിലൊന്നും ചെയ്യുക ഇൻഷാ അല്ലാഹ്. വീട്ടിലിരിക്കുന്ന ഉമ്മമാരും ചെയ്യുക, അതുപോലെ തന്നെ ഉപ്പമാരും ചെയ്യുക, സഹോദരങ്ങളും ചെയ്യുക, നമ്മൾ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. എല്ലാവരുടെയും ജോലിയിലേക്ക് അല്ലാഹു വലിയ റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. സാമ്പത്തികമായി ഞെരുക്കത്തിൽ കഴിയുന്ന പല ആളുകളുണ്ട്, എല്ലാവർക്കും അല്ലാഹു വലിയ ഉയർച്ച നൽകട്ടെ, അല്ലാഹു വലിയ റാഹത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യം റാഹത്താക്കി തരട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.